നിങ്ങളൊരു സോറി പറഞ്ഞതുകൊണ്ടൊന്നും ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ കഴിയില്ല. ഇമാജിൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ താഴെ വീണ് അതിന്റെ സ്ക്രീൻ പൊട്ടി. ഫോണിനോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ തനിയെ പോയത് റിപ്പയർ ചെയ്ത് വരില്ലല്ലോ. ആരുടെ കയ്യിൽ നിന്നാണോ അത് താഴെ വീണ് പൊട്ടിയത് അവര് തന്നെ പോയത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് മര്യാദ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്ത ട്രസ്റ്റ് നിങ്ങൾ റീബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫോർമുല ഇതാണ്: ട്രസ്റ്റ് ഇസ് ഈക്വൽ ടു റിലയബിലിറ്റി പ്ലസ് ഓണസ്റ്റി പ്ലസ് ടൈം. ഫസ്റ്റ് വൺ, റിലയബിലിറ്റി, അതായത് വിശ്വാസ്യത ഉണ്ടായിരിക്കണം. നിങ്ങൾ ചേഞ്ച് ആയി എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയും അതനുസരിച്ച് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒരേ രീതിയിലാണ് പോകുന്നതെങ്കിൽ പങ്കാളിയിലെ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്പർ ടു, ഓണസ്റ്റി. ട്രസ്റ്റ് മീ, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുക, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് ട്രാൻസ്പെറന്റ് ആയിട്ട് വെക്കണം. അത് ഒളിപ്പിച്ചു വെച്ചാൽ എങ്ങനെയാണ് ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ കഴിയുക? നമ്പർ ത്രീ, അവർക്ക് ടൈം കൊടുക്കുക. നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടോ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടോ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ കഴിയില്ല. പങ്കാളിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമോഷണൽ വൂണ്ട് ഹീൽ ചെയ്യാനുള്ള സമയം അവർക്ക് കൊടുക്കുക. ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ അല്ല, പക്ഷെ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടും ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടും യാതൊരു പ്രയോജനമില്ല. ഇൻഫാക്ട് അത് ആ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിനെ തടസ്സപ്പെടുത്തേ ഉള്ളൂ.